നമ്മുടെ കാര്യക്കാരില്ലാതെ ഇന്നിവിടെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ബിജുകുട്ടൻ ചേട്ടാ, പ്രചോദേട്ട, അസീസിക്ക. ഹലോ. ഹായ് ഹായ് ഹലോ. അസീസിക്ക, എന്തുണ്ട് വിശേഷം? സുഖമാണോ? അടിപൊളി, നന്നായിട്ട് പോകണം. സുഖമായിട്ടിരിക്കുന്നല്ലേ? ഒരുപാടധികം പടങ്ങളൊക്കെ റിലീസ് ആവാനുണ്ട്. അതിനിടയിൽ സമയം കണ്ടെത്തി ഇന്ന് ചിരിക്കാൻ. സമയം കണ്ടെത്തിയല്ല, ഇപ്പൊ നമ്മുടെ ഇത് ഐറ്റം വേറെ ആണല്ലോ. ഏറ്റവും നല്ല കോമഡി പ്രോഗ്രാം ടെലിവിഷൻ അല്ലേ, അവാർഡ്സ് ഒക്കെ നേടി സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കിട്ടി. അപ്പൊ അതിന്റെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഞാൻ അപ്പൊ നമുക്ക് ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ഈ തിരക്കുള്ള സിനിമയിലൊക്കെ വരുമ്പോ ഇപ്പൊ ഭയങ്കര തിരക്കുള്ള ഒരാളാണല്ലോ. അപ്പൊ ഒരു ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോൾ അവൻ വീട്ടിലിരിക്കാൻ നോക്കും. പക്ഷെ ആ ലീവ് കിട്ടിയപ്പോ വിളിച്ചു ചോദിച്ചു ഞാൻ വരട്ടെ എന്ന്. കാരണം അവൻ കണ്ടുകൊണ്ടിരുന്നിട്ടേ ഇവിടെ വരാനുള്ള ഒരു ആഗ്രഹം അല്ലേ കൊണ്ടുവന്നു. അത് സന്തോഷമാണ് അതല്ലേ. പിന്നെ തീർച്ചയായിട്ടും അസിസിക്ക് ഇവിടെ കൊണ്ടുവന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും ഇവിടെ അങ്ങോട്ട് ആഘോഷിച്ച് തിമർത്ത് ചിരിച്ചിരിക്കാം. പൈസ അയക്കണം, അത് മനസ്സ് തുറന്ന് അയച്ചോളൂ. തന്നെയല്ല, നമുക്ക് ഇപ്പൊ തുടങ്ങിയ സമയത്ത് കസീസ് ഉണ്ടായിരുന്നു തുടക്കകാലം മുതൽ. അതിപ്പോ 500 എപ്പിസോഡ് കഴിഞ്ഞു. അതിന് പുള്ളി ഉത്തരവാദിത്തം ഉണ്ട്. ഇടയ്ക്ക് ഇവിടെ നന്നായിട്ട് അതെ, കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ സ്മൂത്ത് ആയിട്ടില്ല എന്ന് നോക്കാനായിട്ടല്ലേ. എന്റെ ശബ്ദം ഇന്ന് ശബ്ദം പോയിരിക്കും. ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ, ഒരു ഘനഗാംഭീര്യം. ആ ബാസ് നിങ്ങളൊന്നും വിചാരിക്കരുത്, എന്റെ ത്രോട്ട് ശരിയല്ല. അല്ല, മിനേഷയുടെ കല്യാണം 4-ാം തീയതി. ഇടയ്ക്ക് സാരി എടുക്കാൻ പറഞ്ഞ് മുങ്ങിയതാണ്. ഉണ്ട്, അത് വേറെ സൈഡില്. അപ്പൊ എല്ലാവിധ ടെൻഷനുകളും വേദനകളും മറന്ന് കല്യാണം വിളിക്കണില്ല നമ്മളെ. പിന്നെ നമ്മുടെ ഐറ്റം വേറെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ വിവാഹത്തിലേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. എല്ലാവരുടെ അനുഗ്രഹം എനിക്ക് വേണം. വരന്റെ പേര് കാർത്തിക് നായർ എന്നാണ്. എന്താണ് വർക്ക് ചെയ്യുന്നത്? ഫോട്ടോഗ്രാഫി. സ്വന്തം ചാനലിന് ക്യാമറമാനായി. സേവ് ദ ഡേറ്റ് നിങ്ങൾ തന്നെ സ്വയം എടുക്കുമല്ലേ? വേറെ ആളെ കൊണ്ട് അതിങ്ങനെ വെച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞോ? ഷൂട്ട് കഴിഞ്ഞോ? ഷൂട്ടൊക്കെ കഴിഞ്ഞു. സാധാരണ ഒരു ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കുറെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് എടുക്കണേ. ഇത് ഒരു മേക്കപ്പും ഇല്ലാണ്ട് പിടിച്ചു നിർത്തി എടുത്താണ്. ഉണ്ടല്ലേ? അയ്യോ, ഈ കൊച്ചാണോ ഇതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇത് ഇവിടുത്തെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് കട്ടക്ക് പുട്ടിയിട്ട് തരുന്നതാണ്. മീനാക്ഷിക്ക് ഞങ്ങളുടെ പറഞ്ഞു എല്ലാവിധ ഭാവങ്ങളും നന്ദി. സുമംഗലി ഭവ. താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ അനുഗ്രഹം നേടിയതിൽ. ഒരു കൊച്ചനിയത്തി എന്നുള്ള രീതിയിൽ എന്റെ മനസ്സ് നിറഞ്ഞു. എന്തായാലും ചിരിച്ച് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ എപ്പിസോഡ് തുടങ്ങാം. ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസിനെ സ്വാഗതം ചെയ്യണം. അവരില്ലാതെ ഒരു ആഘോഷം ഇല്ലല്ലോ നമുക്ക്. അപ്പൊ ഓഡിയൻസ് സ്വാഗതം. ഇവരെവിടെന്നാണെന്നറിയോ? മാവേലിക്കരയിലുള്ള സ്റ്റാർ 1+ ഓൺലൈൻ മീഡിയയുടെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടികൾ ഉഷാറായിട്ട് തുടങ്ങാം. പൊളിക്കല്ലേ? ആദ്യത്തെ സ്കിറ്റ് പിടിച്ചോ. ശ്യാം തൃക്കുന്നപ്പുഴ, രാജേഷ് തിരുവമ്പാടി ആൻഡ് ബിജു പുഴിയൂർ. നീ നിർത്താം. ഞാൻ പറയുന്നത് നിനക്കൊന്ന് കേൾക്കാവോ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഞാൻ പറയുന്നത് കേക്ക്. അവരെ ഇന്ന് ഇവിടുന്ന് ഞാൻ ഇറക്കും, ഉറപ്പ്. ഞാൻ മാമൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ എന്തോരം അടവ് അവരുടെ മുമ്പിൽ പയറ്റി, 18 അടവോ അതിലൊക്കെ മേളിൽ പയറ്റി. ഞാൻ അവരിറങ്ങണ്ടേ? ഇത് കാര്യം ശരി, അവർ ഹോം നേഴ്സായിട്ട് വന്നതാണ്. പക്ഷെ അവർ ഇവിടെ കയറി താമസിക്കുമെന്ന് ഞാൻ അറിഞ്ഞാ. ഇത് കൊണ്ടുവന്ന് ഞാൻ തന്നെയാണ്. ഇത് ഞാൻ തന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ നിൽക്കുക. മാമനെ വിളിച്ചിട്ടുണ്ടല്ലോ, മാമൻ വരുമെന്ന്. സമാധാനിക്ക്. എടി, നീ എനിക്കൊന്ന് സമാധാനം എന്താ? ഞാൻ അവരുടെ കൂടെ ഞാൻ പുറത്താണ് കിടക്കണം, അവര് വേറെ റൂമിലാണ്. അതിന്റെ ഇടക്കോടെ നിനക്കൊരു സംശയം. എടി, നീ ഒന്ന് വെക്കാവോ? തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടാ. നീ വെക്ക്. നിങ്ങളെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ ഇല്ല? ഇനി ഞാൻ പറയത്തില്ല നിങ്ങൾക്ക്. അല്ല, ഞാനല്ലേ പറഞ്ഞേ എനിക്ക് ഇറക്കി വിടണത്. നിങ്ങൾക്ക് എന്താ വാശി? നിങ്ങൾ ഇവിടെ ഹോം നേഴ്സായിട്ട് കൊണ്ടുവന്നല്ലേ? എന്റെ അച്ഛൻ വയ്യാതെ കിടന്നപ്പോ 1.5 മാസം നോക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുവന്നപ്പോ നിങ്ങൾ അതിനുശേഷം ഇവിടെ കയറി താമസമാക്കി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടോ? കുതിരയെ കെട്ടി ഈ സമയത്ത്. കുതിരയല്ല, ഞാൻ ഏകലടിച്ചതാ. ഒരു മണപ്രായം തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയതാ. സെക്കൻഡ് ഗിയറുടെ ബ്രേക്ക് ഇട്ടാ സെക്കൻഡ് ഗിയർ കൊടുക്കണം. അതല്ല, സ്ഥാനമാണ് നിനക്ക്. ഞാൻ
നിങ്ങളുടെ മോനൊന്നും അല്ല കേട്ടോ, ചുമ്മാ ആവശ്യമില്ലാത്ത ഓർത്ത്. ഓ സാത്തേരേ तेरे बिना भी काटेना ഞാൻ വയറ്റത്തടിച്ച് പാടിയതല്ല. അതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. നിങ്ങൾ ഇവിടെ ഇറങ്ങി തരാമോ? ഈ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. നിനക്ക് എന്റെ മകന്റെ സ്ഥാനമാ. ഞാൻ നിന്റെ സ്റ്റെപ്പമ്മ. നിങ്ങൾ എന്റെ ഒരു സ്റ്റെപ്പം പോലെ നിങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? എന്താ എന്നോട് കളിക്കരുത്. നിങ്ങളോട് കളിച്ച എന്താണ് കാര്യം? പുണ്യാർച്ചയുടെ പരമ്പരയിലുള്ളതാ. അത് പറ. ഇവരെ ഞാൻ ഇതിന് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. സീരിയലിൽ അഭിനയിക്കുന്നവരാണ്. അങ്ങനെ ആ പരമ്പരയിൽ പോയി അഭിനയിച്ച് ജീവിക്കും. എന്നെ എന്തിനാണ് കൊളവാക്കാൻ ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെ സീരിയലിൽ അഭിനയിക്കുന്നതല്ല. പിന്നെ എന്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത് പഴശ്ശിരാജയുടെ പോഴനായിരുന്നു. ഓടനാ? അല്ല, പോഴനായിരുന്നു. എന്തെങ്കിലും ആട്ടെ. പണ്ട് പഴശ്ശിരാജ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആ രഥം ഒന്ന് ചെളിയിലേക്കൊക്കെ വീണ് എന്റെ അപ്പൂപ്പനാ അത് തള്ളി അങ്ങ് മാറ്റിയത്. അന്യായതുണ്ട്. ഞാൻ കേട്ടിട്ടില്ല. മര്യാദക്ക് എന്റെ വീട്ടിൽ നിറയ്ക്കോ നിങ്ങള്? എന്റെ അപ്പൂപ്പന്റെ വീരസാഹസിക കഥ നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. എന്റെ അപ്പൂപ്പൻ ഉടുത്തിരിക്കുന്ന മുണ്ടിങ്ങനെ താറ് പോലെ ഉടുത്തിട്ട് അങ്കത്തട്ടിലേക്ക് എടുത്ത ഒറ്റ ചാട്ടം. എന്നിട്ട് എങ്ങനെ ഒരു നിപ്പുണ്ട്. എന്റെ അപ്പൂപ്പന്റെ ഉറുമി കണ്ട് കൈയടിക്കാത്ത ആരുമില്ല അവിടെ, അറിയാമോ? അത് പച്ച കെട്ടുമ്പോ മര്യാദക്ക് കെട്ടണം, അല്ലെങ്കിൽ ഉറുമിയൊക്കെ കാണും. അല്ലാണ്ട് പിന്നെ നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാൻ ഇറങ്ങുന്നില്ല. എന്റെ അച്ഛൻ മരിച്ചിട്ട് 1.5 മാസമായി. ഇത് കണ്ടോ? ഇത് നിന്റെ അച്ഛന്റെ കഴുത്തിൽ കിടന്ന മാലയാ. നിന്റെ അച്ഛനെ ഞാൻ പരിചരിക്കുന്ന കണ്ടിട്ട് അച്ഛനെ നിന്റെ കഴുത്തിലിട്ട് എന്നിട്ട് പറഞ്ഞതാ, സരസമ്മേ. അയ്യോ വയ്യെങ്കിൽ പറയണ്ട. അയ്യോ, എനിക്ക് വയ്യാത്തല്ല. അവസാന സമയത്ത് നിന്റെ അച്ഛന്റെ ചുമ ഇങ്ങനെയായിരുന്നു. സരസമ്മേ, ഇത് നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടുന്ന താലിയാണ്. ഇനി ഈ വീടും ഈ കുടുംബവും ഇതെല്ലാം നിനക്ക് കൂടെ അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞത് അറിയാമോ? പള്ളി പോയി പറഞ്ഞാൽ മതി. പിന്നെ നടക്കാത്ത അച്ഛൻ നിങ്ങൾ കത്തി താലി കിട്ടിയെന്നാ? നിന്റെ അച്ഛനെ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു കുഞ്ഞിക്കാലോടി അറിയാമോ? കുഞ്ഞിക്കാല് കാണാൻ പോണത്. ഒന്നും മിണ്ടാതിരിക്കും തള്ളേ. ആര് പറഞ്ഞ് എഴുന്നേറ്റ് നടന്നിട്ടില്ലെന്ന്? എല്ലാ ദിവസവും ഞാൻ എണ്ണ വെച്ച് കുളിമുറിയിലേക്ക് പോകുന്ന സമയത്ത് നിന്റെ അച്ഛൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കുളിമുറിയുടെ ഫ്രണ്ടിൽ വന്നങ്ങ് നിൽക്കും. എന്നിട്ട് ചോദിക്കും, സരസമ്മേ കുളി കഴിഞ്ഞോ? അങ്ങനെ എന്റെ അച്ഛനെ കൊച്ചാക്കൊന്നും വേണ്ട. നിങ്ങൾ എന്റെ അച്ഛനെ ശരിക്കും നോക്കിയിട്ടുണ്ടോ? എന്റെ അച്ഛന്റെ കണ്ണ് വയ്യാത്തിട്ട് നിങ്ങൾ എന്റെ അച്ഛനെ നോക്കിയോ? അച്ഛനെ കൊണ്ട് പരിശോധിച്ചോ? നിന്റെ അച്ഛനെ ഞാനൊന്ന് കണ്ണ് കാണിച്ചതാ. അപ്പഴാ എന്റെ കഴുത്തിൽ താലി എടുത്ത് കെട്ടിയത്. അത് പോട്ടെ വെക്കാം. എന്റെ അച്ഛന് എത്ര രോഗം ഉണ്ടായിരുന്നു അറിയാമോ? എത്ര രോഗം? നിന്റെ അച്ഛന് 100 കണക്കിന് രോഗം ഉണ്ടായിരുന്നു. അച്ഛന് 101 രോഗം ഉണ്ടായിരുന്നു. നിങ്ങൾ വന്നപ്പോ അത് കൂടി. എന്തോ പ്രേമം. അതാണ് നിന്റെ പ്രശ്നം. എന്തൊക്കെ പറഞ്ഞാലും ഇതെനിക്ക് അവകാശപ്പെട്ട വീടാ. ഞാൻ ഇവിടെ വിട്ട് പോകത്തില്ല. നിങ്ങൾ ഇറക്കി വിടും. എന്നാ എനിക്കൊന്ന് കാണണമല്ലോ. ശരി, കാണാം. മാമാ, ഇതൊരു നടക്ക് പോകത്തില്ല മാമാ. എടീ, നിന്നെ ഇറക്കാൻ മരുന്നുണ്ട്. എന്റെ പുന്നാര മാമൻ, ഞങ്ങളെ നാട് വിട്ടുപോയി എന്റെ മാമൻ ഇസ്ലാം വിട്ടതാ. ഷൺമുഖം, ഉസ്ലാം പറ്റി ഷൺമുഖം, ഒരു അസക്ക്, ഒരു നസക്ക്, ഒരു മാമ എനിക്ക് കൊടുത്താ മാമ. എന്തുവാ മുറുക്കിട്ട് കഴിക്കുന്നില്ലേ മാമൻ? മുറുക്ക് കടിക്കുന്നില്ലെന്ന് ഇതെന്റെ സ്റ്റൈലാ. എന്റെ ദൈവമേ, ഇത് എന്റെ മാമൻ തന്നെയാണോ? പിന്നെ എന്തൊരു സ്റ്റൈലാ മാമ മാമനെ കാണാൻ. ഗ്ലാസൊക്കെ വെച്ച് മാലക്കിട്ട് വേണോ? വേണം. ഇത് വേണോ? അടിപൊളി. ഇത് പിള്ളേർ ഞാൻ ഉസ്ലാംപേട്ടിൽ കയറിയപ്പോഴത്തേക്കും ട്രെയിനകത്ത് വെച്ച് അമ്മമാരെ എനിക്ക് ഇട്ട് തന്നെ അമ്മ നമ്മുടെ പിള്ളേർ ഫാൻസ് പിള്ളേർ ഇട്ട് തന്നെ. പക്ഷേ മൊത്തം ഇല്ലല്ലോ മാമ, ഇവിടെ പോയല്ലോ. അതേ 2 ദിവസമല്ലേ കയറിയിട്ട്. അപ്പൊ ഇടയ്ക്ക് ട്രെയിനകത്ത് വെച്ച് വച്ചപ്പോ പകുതി എടുത്ത് ഞാൻ തിന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയില്ല. മാമ വരാൻ ഒരുപാട് താമസിച്ചു. പാതിരാത്രിയായിട്ടിരിക്കുകയാണ്. അവൻ ഇങ്ങോട്ട് നോക്കിയേ. എന്റെ അളിയൻ മരിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. അച്ഛൻ മരിച്ചു പറയായിരുന്നു. മാമ വരായിരുന്നു. ചെറുക്കാൻ നീ എന്തോ പറയുന്നത്? ഞാൻ ഉസ്ലാംപേട്ടിലെ വൻ കൊട്ടേഷൻ ടീമാണ് ഞാൻ. പിന്നെ ഞാൻ മോൺസ്റ്ററാണ്, ഗാങ്സ്റ്ററാണ്, അങ്ങനെ പിള്ളേരുള്ള ടീമാണ് ഞാൻ. അറിയാം എനിക്ക്. അപ്പൊ അതുപോലെ കൊട്ടേഷൻ ഉസ്ലാംപേട്ടിലുണ്ട്. അത് കളഞ്ഞിട്ട് ഷൺമുഖത്തിന് ഓടി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു കാര്യം അറിയോ? ഇവിടെ എല്ലാരും പറയുന്നത് മാമൻ അവിടെ തമിഴ്നാട്ടില് ശവത്തിന്റെ മുമ്പിൽ തുള്ളുന്ന ജോലി.
ആണ്ടാ പുതിയായിട്ട് വന്നോ സൊണ്ണേ ഇപ്പുറത്തിരുന്നോ സൊണ്ണേ ഇപ്പുറത്തിരിക്കണോ സൊണ്ണേ യാറാ സൊണ്ണേ യാറാ സൊണ്ണേ കേട്ടാ നീ ഉദ്ദേശിക്കുന്ന മറ്റേ ശവത്തിന്റെ ഫ്രണ്ടിൽ കിടന്നിങ്ങനെ അതല്ലേ അതെനിക്കറിയാൻ വയ്യ എനിക്കറിയാൻ വയ്യ പിന്നെ ഞാനെങ്ങനെ ചെയ്യും പിന്നെ ഞാൻ പിന്നെ ശവത്തിന്റെ ടീമിന്റെ കൂടെ പോകും ഞാൻ പോയിട്ട് അവരവിടെ കൊണ്ടുചെന്ന് അടക്കാൻ നേരത്തെ ഈ ബന്ധുക്കളൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോകും അതുവരെ ഞാൻ അവിടെ നിൽക്കും ഞാൻ അത് ആ ശവത്തിന്റെ മുഖത്തിരിക്കുന്ന കുളി ക്ലാസ് അടി മാറ്റാൻ പിന്നിപ്പോ വെച്ചേക്കണ എന്താന്ന് ഓർത്താ അത് ശവത്തിന്റെ മുഖത്തിരുന്നു ഞാൻ എന്റെ പിന്നെ നീ ഇത് തമാശ കളിയാന്ന് വിചാരിക്കരുത് ഇത് നമ്മൾ നോക്കി കണ്ടിരിക്കുന്ന ഒരു 30 രൂപ സുഖമായിട്ട് മാസം ഒപ്പിക്കാം അറിയാം ഈ ശവത്തിനോട് തുള്ളിയല്ലോ പിന്നെ അതെങ്ങനെ ഇടാ നെറ്റിക്ക് 1 രൂപ കോയിൻ ഒട്ടിച്ചു വിടുന്നു ഓരോ ദിവസം ഓരോന്നുണ്ടാ 1 മാസം 30 കയ്യിലായ ചിലപ്പോ ഡബിൾ അടിക്കും അങ്ങനെയാണ് എങ്ങനെ അടിച്ചാലും 45. പക്ഷെ മാമൻ പൊതുവെ ഇവിടെ സംസാരം എന്നറിയാം മാമൻ പള്ളിപ്പറമ്പിന്ന് കാണിക്കവഞ്ചിയും മുട്ടിച്ചിട്ടാണ് പോയെന്നാണ് ഇവിടെ എല്ലാരും പറയുന്നത്. എന്റെ മാതാവേ എന്തെല്ലാം ഈ പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്ന് പണ്ട് നാട് വിട്ടതോ നാട് വിട്ട് സത്യമേ എന്റെ കുഞ്ഞാണ് നേരം ഞാൻ കാണിക്കവഞ്ചി മോട്ടിക്കൊണ്ട് നാട് വിട്ടതല്ലേ ഞാൻ നാട് വിടാനായിട്ട് ഒരു എന്റെ പെട്ടിയായിട്ട് താണ്ടിരിക്കുന്നു ഇതുമായിട്ട് ഞാൻ അവിടെ ചെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് മെഴുകുതിരി വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേന് കണ്ണിങ്ങനെ നിറഞ്ഞു കൊടുക്കും എനിക്ക് കണ്ണ് കാണാൻ വയ്യ അപ്പൊ ഞാൻ എന്റെ പെട്ടിയാന്ന് പറഞ്ഞാടാ കാണിക്കവഞ്ചി മാമന്റെ ഓരോ തമാശ മാമ ഞാൻ പറഞ്ഞിരിക്കുന്നത് മാമൻ അവിടുത്തെ കൗണ്ടർ എന്നാ എടാ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ആ പടം ഒരു കൗണ്ടറുള്ള എല്ലാം കൂടെ അടിച്ചടിച്ച് എണ്ണ അഞ്ചത്ത് കൊണ്ടുവെക്കല്ലേ അതല്ല മാമ മാമനെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ അതാണ് നടക്കും ഉസിലാമ്പട്ടി ഷൺമുഖത്തിനെ കൊണ്ട് നടക്കുമെന്ന് തന്നെ ചോദ്യം എടാ 1980 അടിവസ്ത്രം ഇല്ലാത്ത കാലഘട്ടം അടിയന്തരാവസ്ഥ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നിൽക്കുന്ന സമയമാണ് പുറത്തിറങ്ങിയ വെടിവെച്ച് കൊന്നുകളയോ സായിപ്പും മാതാമയും കൂടെ വെടിവെപ്പ് എല്ലാവരും അറിയാം മാമനെ ഈ കൊട്ടേഷൻ അവര് കേൾക്കുന്നില്ല അത് കൊട്ടേഷൻ പൈസ ഒക്കെ കിട്ടാറുണ്ട് പൈസ കീറുമല്ലോ ഞാൻ താനോ ഇരിക്കുമോ അതിനകത്ത് ഇതുപോലെ എടുത്ത് തമിഴ്നാട്ടിൽ വെച്ച് എനിക്ക് കൊട്ടേഷൻ ഒന്നും ഉസ്ലാൻ പറ്റി വെച്ച് ഇവൻ പൈസ ആരാത്ത മുങ്ങി കിടക്കുവാ ഇവൻ ചെയ്യിപ്പിച്ചു ഞാൻ വിടുവാ അവൻ ഭയങ്കര സൂപ്പർ മാർക്കറ്റ് മോലാളിയാവൻ ഒരു ദിവസം കയറി സന്ധ്യവാക്കിന് നോക്കി ചെന്ന് കൗണ്ടർ തുറന്നപ്പോ അതിനകത്ത് പൈസ ഇല്ല മറ്റേ മമ്മൂട്ടി പറയുന്ന സാധനമാണല്ലോ അവിടെ വിജയന്താ പറയണേ അങ്ങനത്തെ സാധനം നന്ദിയുണ്ട് നന്ദികൾ വണക്കങ്ങൾ അങ്ങനെ വിജയന്ത് പറയും ആ സാധനമായിരിക്കും പൈസ കൗണ്ടറിലില്ല അപ്പൊ തന്നെ അവിടെ ഒരു ചാക്കിരുന്നു ഞാൻ നോക്കിയപ്പോ കാണാം വെണ്ടക്ക ഇരിക്കുന്നു സവാള ഇരിക്കുന്നു തക്കാളി ഇരിക്കുന്നു പച്ചക്കറി സെറ്റ് മൊത്തം ഞാൻ ഈ ചാക്കിനകത്തോടെ കുറെ തക്കാളി കുറെ വെണ്ടയ്ക്ക കുറെ പാവയ്ക്ക വഴുതനങ്ങ കണ്ണി കണ്ട എല്ലായിടത്തും കിട്ടും എടുത്തൊരു ചാക്കുമായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കാണാം കൂർക്ക ഇരിക്കുന്നത് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടം കൂർക്ക അത് ബീഫിന്റെ കൂടിയിട്ട് വരട്ടി തിന്നണം സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ നേപ്പാളിൽ നിന്ന് വന്ന കൂർക്ക ഞാൻ ഇനി ബീഫിന്റെ കൂടിയിട്ട് വരട്ടാൻ എടാ കൂർക്ക ഇരിക്കണെന്ന് വെള്ളി കത്തിയായിട്ട് അപ്പൊ ഒറ്റ ഏറി ഇങ്ങനെ അങ്ങ് പിടിച്ച് എന്നിട്ടിപ്പോ എന്തോ കൈനോട്ടക്കാടി പെടാപ്പാട് വിടുവാ 1 2 രേഖവല്ലാന്നാ കയ്യാ കിടക്കുന്നത് മാമ എന്ത് പറഞ്ഞാൽ ഇവിടെ വന്ന വിഷയം ഞാൻ പറഞ്ഞുതരാം അച്ഛന് വയ്യാണ്ട് കിടക്കാറുന്നല്ലോ ആളുകളായിട്ട് അപ്പൊ 2-3 മാസം മുമ്പ് അച്ഛൻ ഇച്ചിരി വയ്യാഴിയെ കൂടി അപ്പൊ പെണ്ണുമ്പോൾ എന്താ പറഞ്ഞു ഹോം നേഴ്സിനെ ഇവിടെ നിർത്താൻ പറഞ്ഞു ഞാൻ വല്ലച്ചാതി ഒപ്പിച്ചൊരു ഹോം നേഴ്സിനെ ഒപ്പിച്ച് ഇവിടെ കൊണ്ട് നിർത്തി ഞാൻ ചോദിക്കട്ടെ ഈ അച്ഛനെ ഏത് ഡോക്ടർ നോക്കിക്കൊണ്ടിരുന്നത് അച്ഛൻ നോക്കിക്കൊണ്ടിരുന്ന ലേഖ ഡോക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടർ സത്യം പറയാം കേട്ടോ നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാ അതല്ലെന്ന് ചോദിച്ചേ അങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ അച്ഛന്റെ സ്വഭാവം വെച്ചാണ് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഇടക്ക് മാമ അപ്പൊ ഇവരിവിടെ നിന്ന് ഇറങ്ങുന്നില്ല നമുക്ക് അത്യാവശ്യം ഈ വീട് വിറ്റിട്ട് എനിക്ക് ബാംഗ്ലൂർ ഒന്ന് സെറ്റിൽ ആവാൻ അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കണം എനിക്ക് പാട്ട് എന്നെ പെണ്ണും എടാ കൊച്ചി ഒന്ന് അടങ്ങണം ഞാൻ അതിനല്ലേ ഈ പടപ്പാട് പെട്ടു വന്നത് ഞാൻ കാര്യം പറ്റേ ഇന്ന് രാഖി രാമാനം തീർത്തച്ച് ഞാനങ്ങ് പോവുക തെളിവ് പോലും വെച്ചേക്കുന്നില്ല ആണല്ലേ ഒന്ന് കളഞ്ഞേക്കാം മാമ ഈ തമിഴ്നാട്ടിലെ ഈ ശവം തന്നെ ഈ കസേര എടുത്ത് കൊണ്ടുപോകണം അതെന്താന്നറിയാം ഇവിടെ എല്ലാം കടത്തിയാണ് കൊണ്ടുപോകണേ അതെ കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തില് നമ്മൾ ഒരു പണിക്കും പോകാതെ എപ്പോഴും ഇങ്ങനെ തിന്നിട്ട് കിടക്കും അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് കിടത്തുന്നത് തമിഴ്നാട്ടിൽ അതല്ല അമ്മമാര് ജോലി ചെയ്യും അമ്മമാർക്ക് കിടക്കേണ്ട കാര്യമല്ല ഇഷ്ടമല്ല അതുകൊണ്ടാണ് ചത്താരി ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് ആവശ്യമില്ലാതെ ഓരോ കോപ്പം ചോദിച്ചോണ്ട് വരിക എന്റെ മാമൻ ഈ മരുമകന് വേണ്ടി ഇവരെ ഇവിടെ ഇറക്കി തരണം എനിക്ക് ഇറക്കുമല്ലെന്ന് പിന്നെ കൊന്നുകളിയില്ലേ തീർത്ത് കളഞ്ഞേക്കാം കൊല്ലണം മാമ പിന്നെ പേടിപ്പിക്കാനാണ് വല്ല പിള്ളേരും പറഞ്ഞു കൊടുത്തത് ഷൺമുഖത്തിനെ പിള്ളേരെ ഞാൻ പറഞ്ഞു കൊടുത്തില്ല പിന്നെ നീ പേടിക്കണ്ട വേറെ വിഷയം വരത്തില്ല തെളിവ് പോലും അവശേഷിപ്പിക്കാതെ സാധനം നേരെ കൊണ്ടുപോകും കൈ വേറെ കൈ ഞാൻ ബോംബെ കൊണ്ടിടും ഞാൻ തല ഞാൻ വേറെ സ്ഥലത്ത് വേറെ സംസ്ഥാനത്ത് കൊടുക്കും അങ്ങനെ ഓരോ ഭാഗം പല സംസ്ഥാനത്തായിട്ട് ഇട്ട് കളയും പോകുമ്പോ അതാകുമ്പോ പോലീസുകാർ കൺഫ്യൂഷൻ അടിക്കും ഇത് എവിടെ ഒരു തല കിട്ടും കാലി കിട്ടും കൺഫ്യൂഷൻ അടിക്കും മനസ്സിലായി ഒരു കാരണം വെച്ചാലും ഞാനിത് ചെയ്തിട്ട് പോകുമ്പോ എന്റെ ഫോണിൽ വിളിക്കരുത് എന്താ ഫോണിൽ വിളിച്ച് ആദ്യം വെച്ച് പിടിച്ച ചെന്നാ പിടിക്കാൻ എന്താ ഭ്രാന്താടാ വിളിക്കരുത് കേട്ടോ പിന്നെ ഈ രാഖി രാമനെ പണി ഞാൻ നടത്തും ഇതിനകത്ത് നാളത്തെ സൂര്യോദയം ഞാൻ കാണില്ല അവരും കാണില്ല മാമൻ കാണത്തില്ലേ എടാ പണി കഴിഞ്ഞിട്ട് രാത്രി പോകുമ്പോ ഞാൻ ട്രെയിനിന്റെ വെറുതെ മനസ്സ് കറന്ന് തുടങ്ങണം അപ്പൊ എങ്ങനെ സൂര്യോദയം ട്രെയിനിന്റെ ഫാൻ കറങ്ങാത്ത
അപ്പൊ അങ്ങനെ ഇത് തീർത്തട്ടെ ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ എന്ത് ബഹളം നടന്നു പറഞ്ഞാലും വെളിയിൽ ഇറങ്ങരുത്. ഇല്ല ഇറങ്ങത്തില്ല. നാളെ രാവിലെ വന്ന് നോക്കിയാൽ മതി. ചോര പോലും നിക്ക് നിക്ക്, ഈ പെട്ടിക്കകത്തെന്താ? പെട്ടിക്കാത്തോ മൊത്തം ടൂൾസല്ലേ ഇരിക്കണേ. പിന്നെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ആണോ? ഭയങ്കര ടീമാ അവര്. ഏത് ടീമാണെങ്കിലും എനിക്ക് വിറ്റുള്ള കേസല്ലല്ലോ. ഒരു അസക്ക് ഒരു നസക്ക് തുറക്കുന്നില്ലല്ലോ. പുല്ലില്ല കണ്ടോ? വല്ല നിനക്ക് എന്തോ വേണമെന്ന് പറഞ്ഞാൽ അയ്യോ ഇതെന്തോ? ഇതിൽ ഏതിട്ടാ പണിയണ്ടേന്ന് മാത്രം പറഞ്ഞു. എല്ലാ സാധനം ഉണ്ടല്ലേ? ആണല്ലേ? അയ്യോ മെയിൻ സാധനം എടുത്തില്ല. കണ്ടോ കണ്ടോ കണ്ടോ, എന്ത് ഉത്തരവാദിത്വം മാമ. ഒരു കാര്യത്തിന് പറയുമ്പോ ഇങ്ങനെയാണോ? എന്തോ മറന്നത്? കൊഴുത്തുപോലെ മറന്നു. കൊഴുത്തുപോലെ ഓടിത്തൂല. ആ അതിനതിന് ഇത് ഞാൻ കൊല്ലുമല്ലോ അവരെ. കൊന്നു കഴിയുമ്പോ ഇത് ഞാൻ ചെവിയിലോട്ടിടും. എന്റെ ചെവിയിലോട്ടിട്ട് ഒരു കറക്കുണ്ടെന്തോ സുഖമെന്നറിയാവോ? അതിൽ ഞാൻ ആനന്ദം, ഞാൻ സൈക്കോയാ. ഞാൻ അങ്ങനത്തെ പണിയാ. അപ്പൊ ഇത് നീ പേടിക്കണ്ട. രാഖി രാമനെ പണി നടത്തിയിട്ട് ഞാൻ പോവും. താനും ഇവിടെ കാണുന്നത് അതും കൊണ്ട് ഞാൻ പോവും. പല ഭാഗത്തായിട്ടിടും കേട്ടോ. കൂളായിട്ട് നോവിക്കണ്ട. ഞാൻ പറഞ്ഞ അങ്ങനെ. എടാ ഇത് നോവിക്കാതെ ഓ ശരി എന്നാ ശരി. നീ വിട്ട് നീ ധൈര്യമായിട്ട് എവിടെ പോകും. റൂമിൽ നിന്ന് വെളിയിറങ്ങരുത്. എന്ത് ബഹളം കേട്ടാലും കേട്ടോ. നീ വെറുതെ പോകുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നാതാ. ഇപ്പൊ മാമൻ പിന്നെ ഉസ്ലാംപേട്ടി തോന്നി എനിക്കൊന്നും കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചാ ഇത് മഞ്ഞ ലഡുവാന്ന് പറഞ്ഞ എല്ലാവർക്കും കൂടാ. രാവിലെ നോക്കാതെ രാവിലെ ഞാൻ രാത്രി പോവേ കൊടുക്കാല്ലേ പണി അല്ലേ. എന്റെ അളിയൻ്റെ ഹോം നേഴ്സായിട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് വിളച്ചിലും പരിപാടി. കുമുദത്തിന്റെ അതേ ശബ്ദം. അവക്ക് അവൾ പാടുന്ന അവക്ക് ഇഷ്ടമുള്ള അതേ പാട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത മലയാളം പാട്ട്. ഇതാര് ഇവിടെ പാടാൻ? ഇതാരിത്? എന്റെ കുമുദത്തിന്റെ അതേ ശബ്ദം. എന്തായിരുന്നു പേര്? സരസമ്മ. ഈ പാട്ട് എവിടുന്ന് പഠിച്ചതാ? ഇത് ഞാൻ പഠിച്ചിട്ടുള്ളതാ മുമ്പ്. ആരാന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല അതിരിക്കട്ടെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആരാണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ ആരാണെന്ന് പറയോ? ഞാൻ ഇവിടത്തെ നമ്മുടെ പയ്യനില്ലേ, ഓഹോ, അവന്റെ സ്റ്റെപ്പ് മമ്മ. കൊറിയയിലാണോ വീട്? അതെന്താ അങ്ങനെ? അല്ല കൊറിയൻ സ്റ്റെപ്പും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ അതല്ല, ഇവിടെ താമസിക്കുന്ന മരിച്ചുപോയ മാമനില്ലേ, ആ മാമന്റെ പൊണ്ടാട്ടിയ. അപ്പൊ നീയാണ് ആള്? അതെ. നീയാണപ്പോൾ നീയാണപ്പോൾ ആള് എല്ലാം പറഞ്ഞു അല്ലേ? അവനെല്ലാം പറഞ്ഞടി. എന്റെ അളിയനെ പറ്റിച്ചിട്ട് ഈ വീട്ടിൽ കയറി സ്വത്തും സാധനം സമ്പാദിക്കാനായിട്ട് എല്ലാം ഒപ്പിച്ചു വെക്കാനായിട്ട് നിൽക്കുന്ന നീയല്ലടി. അല്ല ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? അയ്യം പേര് മാണിക്ക. ആണാ എനിക്ക് ഇനി ഒരു പേര് കൂടി ഇருக்கு. ഷൺമുഖം. ഊസലാംപേട്ടി ഷൺമുഖം. നിന്നെ തീർക്കാൻ വന്നാടിയായി. ആ ഈ സിനിമ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. ഇവിടെ എല്ലാ തമിഴ് പടവും കാണുവാടേ. നിങ്ങൾ വന്ന കാര്യം പറ. നീ മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോ. എനിക്ക് പണി നിർത്തിട്ട് പോകണില്ല. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കണം നീ. അല്ലെ വെട്ടി കണ്ടിച്ച് പീസാക്കി പല സംസാരം കൊണ്ടിരിക്കും. പിന്നെ കാണണമല്ല. പിന്നെ കാണണം. നിന്നെ ഞാൻ പണി ഇവിടെ വരില്ല. മര്യാദയ്ക്ക് പണി 10 മിനിറ്റ് സമയം തരും. അല്ലെങ്കിൽ പൊക്കണം. ഇല്ലെങ്കിൽ തീർക്കും ഞാൻ. തീർക്കോ? പണി ഇവിടെ. മാമൻ പോയാ? കാണുന്നില്ലല്ലോ. ക്ലാസ് വിട്ടിരിപ്പുണ്ട്. പോയാ മാമ? എന്തൊക്കെയാണോ ഇനി അനുഭവിക്കാൻ പോണ? ഈശ്വര, അകത്ത് കാണുമോ? വിളിക്കണം. മാമാ
അമ്മാമോ 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 അമ്മാമോ. എന്താ നിനക്ക് എന്തോ ഉറക്കത്തില്ല മനുഷ്യൻ, ഉറക്കത്തില്ലേ കിടത്തി ഉറക്കത്തില്ല മനുഷ്യൻ. മാമ അപ്പൊ കൊന്നിട്ട് മാമ രാവിലെ ആരെ കൊല്ല? ഉദയം കാണത്തില്ല എന്നൊക്കെ മാമൻ പറഞ്ഞു. ആരെ കൊല്ലം നേരത്തെ പറഞ്ഞു? ആ പെൺപിള്ള കൊല്ലാന്ന് പറഞ്ഞില്ല മാമൻ. പെണ്ണുമുള്ളിയോ? നിന്റെ മാമിയുടെ മാമിയോ? കൊച്ചേ, കൊല്ലാൻ വേണ്ടി തന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് ബലമായിട്ട് കൊണ്ടുപോയി. തട്ടിന്റെ അവിടെ ചെന്നപ്പോ മാമന്റെ കൈ സ്ലിപ്പായി പോയി. ഈ ഒരു അക്കിരി പറ്റി. അങ്ങനെ രാത്രി ശാന്തമായിരുന്നു. കൊച്ചാ മിട്ടൂസേ, അച്ചപ്പുട്ടേ, ചക്രപ്പൊണ്ണേ, വന്നേ. അതുകൊണ്ട് ഇന്നു മുതൽ ഇത് ഹോം നേഴ്സോ വേറെ ആരുമല്ല, നിന്റെ മാമിയാണിത് കേട്ടാ. ഇന്ന് മോന് മാമനും മാമി ഇവിടെ കാണും. നിനക്ക് ഇവിടെ നിൽക്കാം. അതല്ലെങ്കിൽ 10 മിനിറ്റ് സമയം തരും. പെട്ടിയും കിടക്കാത്തോണ്ട് ഇപ്പൊ ഇവിടെ നോക്കണം. അല്ലെ കൈ വേറെ കാല് വേറെ ഉടൽ വേറെ ആയിട്ട് സംസാരിക്കാൻ കൊണ്ടുവരും കേട്ടോ. മാമനോ? ഞാനല്ലടാ മാമ. തമിഴ്നാട്ടിൽ കണ്ട് എന്നെ കേരളത്തിൽ വിളിച്ചു വരുത്തി എനിക്ക് ഇതുപോലൊരു പെങ്കൊച്ചിനെ ഒപ്പിച്ചെന്നാ നീയാണ് മാമ. ഒരു അസക്ക്, ഒരു നസക്ക്, ഒരു മുസക്ക്. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് സ്കിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൈയടിച്ച് ഭയങ്കരമായിട്ട് ആസ്വദിച്ചത്. എന്തായാലും നേരെ നമുക്ക് കമന്റ്സിലേക്ക് പോവാം. പ്രചോദേട്ടാ. ശ്യാമേ, രാജേഷേ, ബിജു, സൂപ്പർ സ്കിറ്റാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തകർത്ത് പെർഫോമൻസ്. അത് നമ്മൾ ഈ എന്താ പറയുക, പറന്ന് നിൽക്കുക, തീപ്പൊരി എന്നൊക്കെ പറയത്തല്ലേ എന്ന് എടുത്തു പറയേണ്ടത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത്ര റേഞ്ചിൽ കളിച്ചു. അതായത് ശ്വാസം വരെ നമുക്ക് ഇവിടെ നിന്ന് ശ്വാസം മുട്ടലായി പോയി. കാര്യം അമ്മാതിരി അത്രയും സ്പീഡിലും റേഞ്ചിലും ഈ സാധനം കളിക്കണമെന്നുള്ളതാണ്. രാജേഷ് തുടക്കം വന്ന് രാജേഷും ബിജുവായിട്ടുള്ള കോമ്പിനേഷൻ. ബിജു, നിങ്ങളിത് പറഞ്ഞതിന് ശേഷം ബിജുവിൻ്റെ അവിടുത്തെ ഫസ്റ്റ് എൻട്രി തന്നെ കൈയടിച്ചു. കാരണം അവർ ബിജു ആരാന്നുള്ളത് ആ ക്യാരക്ടർ എൻട്രിയിൽ അത് രജിസ്റ്റർ ചെയ്തു. പാവായിട്ട് നിൽക്കുന്നത്. ശ്യാമ, എനിക്ക് ഈ തോട്ടിന് ഒരു ഉഗ്രം ചിന്തയായിരുന്നു കേട്ടോ. കാര്യം ഇത് ഹോം നേഴ്സിൻ്റെ ഒരുപാട് ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിൽ അച്ഛനെ നോക്കാൻ വന്നിട്ടുള്ള ഇഷ്യൂസൊക്കെ ഒരുപാട്. പിന്നെ തമിഴ്നാട്ടിൽ ജോലി, അതൊക്കെ ഒരു വേറൊരു പാറ്റേൺ ആയിരുന്നു. അതായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല രാജേഷ് ഇങ്ങനൊരു മാമനെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മാമൻ ഇവിടെ എൻട്രി ചെയ്യുന്നു. ആ കോസ്റ്റ്യൂംസും എല്ലാം മേക്കപ്പിനൊക്കെ ഒരു ഉഗ്രം കൈഡിയാണ്. കാരണം പക്കാ ഒരു കൗണ്ടർ വന്നു. പിന്നെ ശ്യാം വന്നതിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള കുറേ ഡയലോഗ്സ് ഉണ്ട്. അതിനകത്തൊന്നും മോശമായില്ല. കാര്യം ശ്യാമിൻ്റെ അവിടുത്തെ ജോലി മാമ ഇവിടെ പറയുന്നത് കേട്ടോ, മാമ ശബത്തിൻ്റെ കൂടെ കൊണ്ടുപോയി. കാര്യം പിന്നെ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന കാര്യം, എടാ അവിടെ പോയി കഴിഞ്ഞാൽ ഈ ശബത്തെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോരുള്ളൂ. കാര്യം ഇതിൻ്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി അടിച്ചു മാറ്റം, ഇതൊക്കെ നമ്മൾ കേൾക്കാത്ത സാധനങ്ങളാണ്. പിന്നെ ഈ നാണയം തൊടുന്ന സാധനങ്ങളും അങ്ങനെ എല്ലാം പറഞ്ഞതിന് ശേഷം ഇത് നേരെ മാറ്ററിലേക്ക് കിടക്കുന്നു. ബിജുവിനെ ഇറക്കുക എന്നുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുശേഷം ബിജു വന്ന് ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾ എൻട്രിക്ക് ശേഷം ഞാൻ ഇപ്പോഴും എൻ്റെ പിടിവിട്ട് പോയെന്നറിയാം. ക്ലൈമാക്സിന് ഇത്രയും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനുള്ള കാരണം ഞാൻ അകത്ത് കയറി കൊല്ലാൻ വേണ്ടി കയറി, പക്ഷെ ഒന്ന് സ്ലിപ്പായി പോയി മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ശരിയാണ്, നമ്മളത് പ്രതീക്ഷിക്കുന്നു ശ്യാം തിരിച്ചു വരുന്നു. പക്ഷേ ബിജുവിൻ്റെ ആ എൻട്രിയിലെല്ലാം ഉണ്ട് അകത്തെന്ത് നടന്നു. അവിടെയാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയ്യടി. കാര്യം അവിടെ എന്ത് നടന്നു എന്നുള്ളത് ഡയലോഗ് അല്ലാതെ അത് പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു കിടില ആർട്ടിസ്റ്റിനെ പറ്റുള്ളൂ. ബിജു അസാധ്യ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ശ്യാമ് ഈ പറയുന്ന പോലെ ശ്യാമിന് പൊതുവേ ഒരു ശ്വാസമുട്ടിൻ്റെ അസുഖമുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം ശ്വാസമുട്ട് ഞങ്ങളാണ്. കാര്യം നിങ്ങളെപ്പോൾ ശ്വാസം മുട്ടു. കാര്യം നിങ്ങൾ ഭയങ്കര റേഞ്ചിൽ അസാധ്യമായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഈ അവിടെ കൊണ്ട് പെട്ടി വെച്ചിട്ട് കത്തിയുടെ എക്സ്പ്രഷൻ എങ്ങനെ കൊല്ലണമെന്നുള്ള സാധനങ്ങൾ പോലും നമ്മൾ തിരിച്ചു കയറിയാതെ ഇങ്ങനെ കൊള്ളണോ തോക്ക് വെച്ചിട്ട്. കാര്യം എല്ലാ സാധനങ്ങളും ഭയങ്കരമായിട്ട് കൺവേ ചെയ്ത് കൊണ്ടുവന്നുള്ളതാണ്. അതുപോലെ ഈ മഞ്ഞലിടൂ, അതെന്ന് കൈനിട്ട സാധനമാണോ മഞ്ഞലിടുവിന്റെ സാധനം? ഇപ്പൊ പറഞ്ഞ അതെ മറ്റേ തിന്നുന്ന സാധനം ശ്യാം പറഞ്ഞില്ലേ, ഞാൻ വിശന്നിട്ട് വന്ന് തിന്നാണ്. പിന്നെ പോകാൻ നേരം നീ ഒന്ന് തന്നില്ലെന്ന് വേണ്ട, ഇത് കിടക്കട്ടെ എന്ന് പറഞ്ഞ മാല കൊടുക്കും. അതെ, പിന്നെ ഈ കളി എനിക്കത് അത് പ്രശ്നമായിട്ട് തോന്നി. അപ്പൊ അതായത് ഒഴിവാക്കാൻ അസാധ്യമായിരുന്നു കേട്ടോ. അത് ചേഞ്ച് ഓവർ രാവിലത്തേക്കുള്ള വരവ് പരിപാടികൾ 3 പേരും നല്ല പെർഫെക്റ്റ് ആയിട്ട് അഴിഞ്ഞാടി എന്ന് പറയാം. 3 പേരും നല്ല കിട്ടിലുമായിട്ട് പെർഫോം ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. ഈ വീട്ടിൽ കയറി താമസിക്കുന്നവരെ ഒഴിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഏറ്റവും ഹിറ്റ് സിനിമയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഞാൻ അതിനുശേഷം ഇങ്ങനെ ഒഴിപ്പിക്കാൻ വരുന്ന ഒരു സംഭവം ചിരിച്ചത് ഇപ്പോഴാണ്. ഗംഭീരമായിരുന്നു. ശ്യാമേ അല്ലാവിയുടെ ഒരു രക്ഷയില്ലായിരുന്നു. അതിലൊത്ത് രാജേഷേട്ടനും ബിജുവും ഒരു ഗംഭീര ടീം കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. രാജേഷേട്ടനെ നിങ്ങളത് എവിടെയായിരുന്നു മനുഷ്യൻ? കുറേ കാലം എവിടെയെങ്കിലൊക്കെ മുങ്ങും, പിന്നെ എവിടെയെങ്കിലും അപ്രത്യക്ഷപ്പെടും, അങ്ങനത്തെ ഒരു മനുഷ്യൻ. പക്ഷെ ബിജു, നീ ഇനി ഇങ്ങനെ ജീവിച്ചാൽ തീടാ. എത്ര വർഷമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ഞാൻ ഇവനെ പലപ്പോഴും പറയുന്നുണ്ടാ, നീ ഇനി ഫീമെയിൽ വേഷം ചെയ്യണ്ട, നീ മെയിലോട്ട് പിടിയുന്നു. പക്ഷെ
നന്നായിട്ട് ചേർന്നുണ്ടല്ലേ. നിന്റെ ആ വരവുണ്ടല്ലോ, ആ പ്രചോദനം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല, എല്ലാം സംഭവിച്ചു പോലെ ഒരു വരവ് ജനങ്ങൾക്ക് കൊടുത്തു നീ. പിന്നെ കൗണ്ടറിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമില്ല, നീ മുക്കിയാലും മൂളിയാലും അത് ചിരി തന്നെയായിരുന്നു. ഇവിടെ ശ്യാമ, ഇവിടെ എല്ലാവരും ആസ്വദിച്ചത് ഗംഭീരം, ഭയങ്കര രസമായിരുന്നു. ഉഗ്ര സ്ക്രിപ്റ്റ്, അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വിജുക്കുട്ടൻ ചേട്ടാ. 916 ഗോൾഡൻ പെർഫോമൻസ്. അത് മാത്രം പറഞ്ഞാൽ മതി. എന്തൊക്കെ ഇതിനകത്ത് പറയണമെന്ന് എനിക്ക് ഓർമ്മ പോലുമില്ല. കാരണം എന്ത് പറയണം, ഒരു രക്ഷയില്ലട്ടാ. പക്ഷെ എല്ലാം തികഞ്ഞ ഒരു കിടില സ്കിറ്റായിരുന്നത്. അത് പറയാനുള്ള വയ. കാരണം ഇതിനകത്ത് ഒരു ലാഗുമില്ല. അതായത് ബിജുവിൻ്റെ ക്യാരക്ടർ, അതുപോലെ രാജേഷിൻ്റെ ക്യാരക്ടർ, നമ്മുടെ ശ്യാമിൻ്റെ ക്യാരക്ടർ, ഈ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ 3 ക്യാരക്ടറും നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, തുല്യമായിട്ട് നമുക്ക് നമ്മളെ ചിരിപ്പിച്ച് എൻജോയ് ചെയ്യിപ്പിച്ച 3 ക്യാരക്ടറും. അതുപോലെ തന്നെ ഇതിൻ്റെ സോങ് ഉണ്ട്. ആ സോങ് വന്നപ്പോൾ ഒരു ലൈറ്റ് ഓഫ് ഉണ്ടായിരുന്നു. ആ സോങ് നമ്മളെ എത്രത്തോളം നൊസ്റ്റാൾജിയ എന്നറിയാമോ? അതൊരു സിനിമ കാണുന്ന പോലെ. ഇനി എന്താണ് ഇവിടെ സംഭവിക്കണത്, ഇയാൾ വന്നിട്ട്, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നളിയാ, ഞാൻ ഇവിടെ വന്നിട്ട് കുറേ സ്കിറ്റുകളായിട്ട് ഇത്ര മാച്ചായിട്ടുള്ള ചിരിച്ച് അവസാനിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് കിടിലോസ്കി സാധനം വരുന്നിട്ടാ. കാരണം ഞാനല്ല മാമ, എനിക്കൊരു അമ്മായിനെ ഒപ്പിച്ചെന്നാ നീയാണ് മാമ എന്ന് പറയുന്ന ഒരു സാധനം അതിക്ക് മുന്നേ ഇങ്ങനെ തിളച്ച് നിൽക്കല്ലേ. നമ്മളെല്ലാവരും ചിരിച്ച് മതിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ മരുമകൻ ഒരിക്കലും മാമയാക്കുമെന്നുള്ളത്. കാരണം ആ അർത്ഥത്തിൽ അങ്ങനെയല്ല, ചിലപ്പോൾ നല്ലതിനാകാം ചീത്തയാവാം. എൻ്റെ പൊന്ന്, ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബിജു വന്നിട്ട് പിന്നെ രാജേഷ് വന്നുള്ള കോംബോ, അത് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി ഈ സാധനത്തിന് ഒഴിപ്പിക്കാൻ പറ്റൂല. പിന്നെ വരുന്നവൻ ആരായിരിക്കും ഇത്? ഈ ആളെ കണ്ടപ്പോൾ പിന്നെ ഒരു രക്ഷ ഉണ്ടാകുന്നില്ല, പിടിവിട്ടുപോയി. കാരണം ഈ ശവത്തിൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കുന്ന ഒരാളാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് തന്നെയല്ല, ഡാൻസ് കളിക്കാനും ചേർക്കൂല. പുള്ളി അവിടെ ചെന്ന് നിന്നിട്ട് ഈ അവസാനം ഈ മാല അടിച്ചിട്ട് പോവാ, ഈ 1 രൂപ കോയിൻ അടിച്ചിട്ട് പോവാ, ഈ കൂളിംഗ് ഗ്ലാസും. ഇതാണ് പുള്ളിയുടെ ഡബിൾ അടിക്കും. 30 ദിവസം മരണമില്ലെങ്കിൽ 30,000 രൂപയായി അല്ലേ? അതിന് ഡബിളും ഉണ്ടാവും. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഈ പണി തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അതെ, എനിക്ക് നിങ്ങൾ വന്ന ആ സാധനം ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഇടുന്നില്ല. അച്ചക്ക് പിജുക്ക് അത് ഉഗ്രം സാധനം വന്നു. ഇതുപോലെ ആദ്യം ബിജു വന്നിട്ട് ഒരു കരച്ചിലുണ്ടായിരുന്നു ബിജുവിന്റെ. അത് വിജാഗിരി തുറക്കണാണോ, വെള്ളം കോരണ പൈപ്പാണോ, എന്താണെന്ന് നമുക്ക് പറ്റണേ ഇല്ല. ഇത് കൂടുതലൊന്നും പറയാനില്ല, കാരണം നമുക്ക് ഓരോന്നോരോന്നും എടുത്ത് പറയാൻ പറ്റില്ല. ഒരു 2 മണിക്കൂറോ ഒരു കൗണ്ടർ മാത്രം ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. നമ്മൾ അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് അടിവസ്ത്രമില്ലാത്ത കാലം എന്ന് പറയുന്നില്ലേ, അത് നമ്മൾ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതൊക്കെ നമുക്ക് എപ്പോഴും കേട്ട് നമ്മൾ വായിച്ചൊക്കെ പരിചയമുള്ളതാണോ. പക്ഷെ അതിനെ ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു. ആ ഒരു കൗണ്ടർ മാത്രമേ എടുത്ത് പറഞ്ഞേക്കാം. ഓൾ ദ വെരി ബെസ്റ്റ് അളിയ, കിടില്ല. സൂപ്പർ ഗോൾഡൻ പെർഫോമൻസ് എന്നൊക്കെയാണ് കമന്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഗോൾഡൻ ഇവിടെ ഗോൾഡൻ പഞ്ചാവെന്ന് നമുക്ക് അറിയാല്ലേ. ഞാൻ ചോദിക്കാം, അതിന് മുമ്പ് ആ അസക്ക് ഒന്ന് പറയോ? പറയണം, കേക്കണ്ടേ? ഒന്ന് കൈയടിച്ചേ. ഷൺമുഖം, ഉസ്ലാംപെട്ടി ഷൺമുഖം, ഒരു അസക്ക്, ഒരു നസക്ക്, ഒരു പുസുക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു പഞ്ചോട് കൂടിയിട്ട് നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം അസീസിക്ക ഒരു 35,000 രൂപ. ഓ അടിപൊളി. 35 വിജുക്കുട്ടൻ ചേട്ടാ. ഇത് ഗോൾഡൻ ആണ്. 45,000 രൂപ പ്രചോദനം കൊടുത്തില്ല. വിട്ടില്ല. ഞാൻ വളരെ കൺഫ്യൂസ് ആണ്. നമുക്ക് നേരെ പ്രചോദനത്തിലേക്ക് ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു അജുക്ക് പിടിച്ച ഗുജിക്ക്. കൺഗ്രാറ്റുലേഷൻ. 1,00,000 രൂപ നേടിക്കൊണ്ട് ഗോൾഡൻ പഞ്ചാണ് അടിച്ചിരിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞു തുടങ്ങാം. എന്ത് തോന്നുന്നു ചേട്ടാ ഗോൾഡൻ പഞ്ച് അടിച്ചിരിക്കുകയാണ്? ഒരുപാട് സന്തോഷം. നമുക്ക് ഇവിടെ നമ്മൾ ഓരോ സ്കിറ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഡയറക്ടർ അർജുൻ സാറ് തരുന്നൊരു സപ്പോർട്ട്, നിങ്ങൾ ഇന്ന് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ പുറകിലുണ്ട്. നന്നാക്കാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പുറകെ ഓരോ കാര്യങ്ങൾ പറയുകയും അപ്പം നമുക്കത് കൂടുതൽ നന്നാക്കാനുള്ള ഒരു പ്രചോദനമാവുകയും ചെയ്യുന്നുണ്ട് എപ്പോഴും. അപ്പോൾ അതിന് 3 പേരുടെ ഒരു കൂട്ടുകെട്ട്, അതിൻ്റെ ഒരു ഫലമാണ് കിട്ടിയത്. ഒരുപാട് താങ്ക്സ് അർജുൻ സാറിന് പറയാൻ. ഞാൻ ഇപ്പം കുറെ നാളത്തിന് ശേഷം വന്നത്. നിങ്ങൾ ടീമിന് ഒരു പേരിടാൻ പോവുകയാണ്. അജിക്ക് നുമുക്ക് പിജിക്ക്. ടീം അജിക്ക് നുമുക്ക് പിജിക്ക്. അല്ല, ഇതിനകത്ത് പിജിക്ക് ആരാന്ന് എനിക്കറിയണം. അല്ല, അസിസിക്ക് ഒന്നും പറയാ, അജിക്ക് നൊജിക്ക് പിജിക്ക്. കറക്റ്റ് നീ പറയടാ. ടീം
അസക്ക് നസക്ക് പിസുക്ക്. അസക്ക് അസക്ക് പിസുക്ക് അല്ലേ? ഇതിൽ ആരൊക്കെയാണ് ആരൊന്നും പറയണ്ട. ഇല്ലില്ല. അത് ഓഡിയൻസ് ഗസ് ചെയ്യണം അല്ലേ? പേരിടാൻ കാരണക്കാരനായ ആളാണ് ശ്യാം ചേട്ടാ. ഞങ്ങളിത് ആക്ച്വലി കഴിഞ്ഞ ഷെഡ്യൂളിൽ കളിക്കേണ്ടതായിരുന്നു. അപ്പൊ എനിക്ക് ആ ഇയർ ബാലൻസ് പ്രശ്നമൊക്കെ ഒരു സ്കിറ്റ് കളിച്ചപ്പോൾ എന്റെ ഭാഗ്യം. ഇടയ്ക്ക് അങ്ങനെ വന്നപ്പോ എനിക്ക് പിന്നെ ഇത് സ്കിറ്റ് റെഡി ആയിട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് പിന്നെയും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് നമുക്കന്ന് കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ ഷെഡ്യൂളായിട്ട് നമ്മളിത് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ ഈ കുറേ ദിവസം ഗ്യാപ്പ് കിട്ടിയോണ്ട് കുറേ സാധനം കൂടി ഇതിനകത്ത് പണിത് കയറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പം കിട്ടിയെന്നുള്ളതാണ് വിചാരിക്കുന്നത്. ചേട്ടാ ഇവരൊക്കെ പറഞ്ഞേക്കാൻ എനിക്കും പറയാനുള്ളൂ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ പ്രിയപ്പെട്ട അസീസ് ഇവിടെ ഉണ്ട്. അപ്പം കുറെ കാലത്തിന് ശേഷമാണ് അസീസിനെ ഈ ജഡ്ജിങ് പാനലിൽ കാണുന്നത്. അപ്പൊ ഈ ഗോൾഡൻ അടിച്ചപ്പം മാനേജറാണ് കേട്ടോ. ആ ഒരു ബഹുമാനമൊന്നും തന്നിട്ടില്ല. എന്നാ ഞാൻ മാനേജറുടെ ഒരു കാര്യം പറയട്ടെ. നമ്മളിവിടെ ഒരു കട്ടൗട്ട് വെച്ചായിരുന്നല്ലോ. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് തിരിച്ചു വരുമ്പോൾ മേക്കപ്പിൽ വിഷ്ണുവിനെ നിർത്തി ഇവിടെ ഇങ്ങനെ ലിഫ്റ്റിക്ക് വരയ്ക്കാൻ ഇത് വെക്കാം. ഞാനങ്ങ് അകത്തോട്ട് കയറി ഈ പുള്ളി കെട്ടിപ്പിടിച്ച് എന്നെ 3-4 ഉമ്മ. ഇവരെന്താ എന്താ അറിയോ അവൻ പറഞ്ഞേ അണ്ണാ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ മറയും കാണാൻ പറ്റില്ല. അല്ല ഫ്രെയിമിൽ വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക് കൂടുതലായിട്ട്. ഇത് ഞാൻ അറിയുന്നില്ല. അവനവിടെ ഞാൻ അവിടെ പോയപ്പോ അവനോട് കാര്യമുണ്ട്. തിരിച്ചു വന്ന സമയത്ത് 2-3 ലിപ്പിന്റെ ഇത് പാടുണ്ടായിരിക്കും നന്നായിരുന്നേനെ. അങ്ങനെ ലിപ്പ് കൊണ്ട് ഉമ്മ ഇതാണല്ലേ? പിന്നെ ബീച്ചേട്ട് എന്താ വിചാരിച്ചു? ഞാനവിടെ എന്തോ ബിജു കൂടെ ശരിക്കും മറ്റേ ബിജുവിന്റെ വരവ് കണ്ട് വേറെ ലെവലിലേക്ക് പോയി. എനിക്ക് പറയാനുള്ളത് അപ്പൊ അസീസ് കൂടെ നമുക്ക് ഈ ഗോൾഡൻ തന്നതിലുള്ള സന്തോഷം, അസീസിന്റെ പങ്കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ സന്തോഷം. അതെ. അപ്പൊ അസീസിക വന്ന ദിവസം തന്നെ ഗോൾഡൻ പഞ്ച് അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അടിപൊളി. ഇന്ന് മുതൽ ഇവർ ടീം അസക്ക് നസക്ക് പിസക്ക് എന്ന് അറിയപ്പെടുന്നതായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാടധികം പഞ്ചസ് നേടാൻ സാധിക്കട്ടെ കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മളെ ചിരിപ്പിച്ചതിന് ഒരിക്കൽ കൂടി ഒരു വലിയ കൈയടി പറഞ്ഞുകൊണ്ട് താങ്ക് യു. ചിരിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ നമ്മുടെ പെൺ പടയെ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. വിളിക്കട്ടെ അവരെ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ശശി ആൻഡ് ടീം, ഗംഗ മീനാക്ഷി, ഫാത്തിമ ആൻഡ് ജ്യോതിക. വേറെ അയ്യോ ഈ വീടിന് ഇതെന്ത് പറ്റി? എന്തായാലും ഒന്നും മിണ്ടാതിരിക്കുന്നേ. ബിജുകുട്ടൻ ചേട്ടാ, ഞാൻ ഈ പാല് കറക്കാൻ ഗ്ലാസ് കൊണ്ട് വന്നപ്പം പശുവിൻ്റെ വയറ് വീർത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഗ്യാസ് ആണോ മോളേന്ന് ഞാൻ ചോദിച്ചു. 10 മാസം കഴിഞ്ഞപ്പോൾ 4 കാലുള്ളൊരു ഗ്യാസ് ഊറ്റി വീട്ടുമുറ്റത്ത്. അയ്യോ ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ആ പശുവിൻ്റെ മോന്തയിലോട്ട് നോക്കിയിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾ വരുന്ന വഴി ഇങ്ങനെയുള്ള ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ ആ ആസാം കാളയുടെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അത് റേഷൻ കാർഡിൽ നിന്നേ പേര് വെട്ടി അങ്ങ് ആസാമിലോട്ട് പോയി. നല്ല കാമുകൻ എന്തായാലും. അയ്യോ എനിക്കറിയാൻ വയ്യേ. ഞാൻ ആ പശു ഇരുന്ന് ചവയ്ക്കുന്നത് ഒരു അവലക്ഷണം കണ്ട് ആ കൊച്ചു പശുവിൻ്റെ അണ്ണാക്കി കൈയിട്ട് നോക്കിയപ്പം 4 നിജാമ്പാക്കും 2 ഉരുളക്കിഴങ്ങും 1 സെറ്റ് ഹെഡ്സെറ്റ് കിട്ടി കേട്ടാ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഈ റൂട്ട് അങ്ങ് ആസാമിലാണ്. അയ്യോ അയ്യോ. ശ്രീലകം വാഴുന്ന ദേവി, പ്രാണമന്ത്രമുണർത്തുന്ന ദേവി, തപശിരിക്കും സ്നേഹമനസുകൾക്കാശ്വാസമേകി ഒഴുകുന്ന ദീപങ്ങൾ. മക്കളെ കാല് ഈ പശുവിന്റെ കൂട്ടത്തിൽ കൂടി വന്ന് തൊഴിക്കുന്നവരെ അതിനെ കണ്ട് പഠിച്ചേക്കുവാ. അപ്പൊ നിങ്ങൾക്ക് അനുഗ്രഹം വേണ്ടേ? എനിക്ക് നന്നായിട്ട് കിട്ടി സുലോചന. ഇനി നീ പോയങ്ങ് മേടിച്ചോണ്ടാ മതി. അപ്പൂപ്പ ഇങ്ങ് വന്നേ. പുല്ലരിയാൻ വിട്ടല്ലേ അപ്പൂപ്പനെ? പുല്ലരിയാൻ ഒരു കൂട്ടൊക്കെ വേണ്ടേ? അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കിട്ടി. പുല്ലരിയ ഒരു മമ്മട്ടി വാങ്ങിച്ചോണ്ട് വരാനുള്ള എന്നെ കല്യാണം കഴിച്ചതാ വന്നിരിക്കുന്നേ.
അയ്യോ ഇങ്ങോട്ട് വന്ന ആരേലും കണ്ടായിരുന്നോ? എല്ലാരെയും കണ്ട് അനുഗ്രഹം മേടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ആണ്ട് കാലമാണ് എല്ലാരും അറിയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ അപ്പൂപ്പ നിങ്ങൾ എന്തിനാ അപ്പൂപ്പ എന്നോട് ഈ ചതി ചെയ്തത്? എന്തുവാടി ഞാൻ ചെയ്ത ചതി? ആ പശുവിന്റെ കൊച്ചു തന്തയും ഇല്ലാതെ ഇവിടെ വന്നിരിക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ലയോ? അതുപോലാണോ അപ്പൂപ്പ ഇത്? എന്റെ കർഷകശ്രീ ഇത് കൊണ്ടേ കളഞ്ഞ് അടുത്ത നാട്ടുകാരെ മോന്തയ്ക്ക് ഞാൻ എങ്ങനെ നോക്കി ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാല് അയ്യോ ഞാനിനി ആ കൃഷിമന്ത്രിയുടെ മോന്തയ്ക്ക് എങ്ങനെ നോക്കുവേ? മക്കൾക്ക് കുഴിമന്തി ഞാൻ കുഴിമന്തി അല്ല കൃഷിമന്ത്രിയെ. എന്തോ കണ്ടിട്ട് അമ്മൂമ്മ ഇങ്ങറെ കൂടെ ഇറങ്ങി വന്നേ. ദേ നമ്മുടെ ജിത്തു ജോത സാറ് വരുണിന്റെ മൃതദേഹം ഒളിപ്പിച്ച് വെച്ചേക്കുന്ന കണക്ക് ഇതിന്റെ അകത്തൊരു നല്ല തരിശു ഭൂമിയുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ. ഞാൻ ചോദിക്കാം, നിനക്ക് എന്താ സൗന്ദര്യത്തിലേക്ക് എന്തിരിക്കുന്നു മോനെ? എനിക്ക് അയാളുടെ മനസ്സാടാ ഇഷ്ടപ്പെട്ടു. അപ്പൂപ്പനെയാണോ അതോ അപ്പൂപ്പൻ താടി പോലെ അവിടെ കിടക്കും? എണീറ്റ് വന്ന് ബാക്കി ചോദിക്കും മനുഷ്യ. എന്തോന്നാടാ നിങ്ങൾ എന്തിനാ ഇപ്പൊ കെട്ടിക്കൊണ്ട് വന്നേ? കെട്ടിക്കൊണ്ട് വന്നത് മക്കളെ പ്രായം ഒത്തിരി ആയില്ലയോ? അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് വയ്യ. അയ്യോ എന്റെ ജീവിതം ഈ ഗ്ലാസും കൊണ്ട് പശുവിന്റെ ചോട്ടി തീരത്തതേ ഉള്ളു. എന്തോരം പശുക്കളാ ചേട്ടായി നിക്കുന്നേ. നീ ആ കണ്ണടി എടുത്ത് വെക്ക്. ഇവിടെ ആകെ ഒരു പശുവേ ഉള്ളൂ, ബാക്കി നിൽക്കുന്ന 2 കാലുള്ള ലവനാ. ഓ എങ്കിൽ ഒരു പശു. ആ പശുവിന്റെ പാല് കറന്നു കുടിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ഇവിടെ അങ്ങ് തുടങ്ങിയാലോ? നീ ആ കൈലിയുടെ മണ്ടയ്ക്ക് നിക്കറിട്ടിരിക്കുന്ന വേട്ടാവളിനെ കണ്ടോ? അവന്റെ കയ്യിലൊരു സ്റ്റീൽ ഗ്ലാസ് ഇരിക്കുന്ന കണ്ടോ? കഴിഞ്ഞ വിഷുവിന് ഇരിക്കാൻ തുടങ്ങി ഇരിപ്പാ അത്. അതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 തുള്ളി കാണും. അതിന് തിളപ്പിച്ച് അടുപ്പത്ത് വെച്ച് എനിക്ക് കൊണ്ട് തന്നുമ്പോഴത്തേനും ഞാൻ ചത്ത് എന്റെ മൂക്കി പഞ്ഞിയും വെച്ച് DNA പോലും എന്റെ തലയിൽ 4 നാര് കാണത്തില്ല. അങ്ങനെ എന്റെ പശുവിനെ കളിയായിട്ടുണ്ട് അപ്പൂപ്പ. എന്റെ ബലമായ സംശയം ഈ പശുവിന്റെ വയറ്റിനകത്ത് ഏതോ ഒരു മെയിൻ സ്വിച്ച് ട്രിപ്പായി കിടക്കുവാൻ തോന്നുന്നു. അമ്മുമ്മടയിൽ വല്ല വള്ളി ഉണ്ടോ ഒന്ന് ഫ്യൂസ് കെട്ടി നോക്കാൻ. നീ പോടാ അവിടുന്ന്. എങ്കിലും ഒരു ആപ്പിൾ കഴിച്ചങ്ങ് തുടങ്ങിയാലോ ചേട്ടാ? അമ്മുമ്മ ഈ പ്രായത്തിൽ പറയാൻ പറ്റുന്നതാണോന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാം, ഇപ്പൊ അങ്ങേർക്ക് അത്യാവശ്യം മുഴുത്ത 2 കപ്പളങ്ങിയാ. അമ്മുമ്മയ്ക്ക് മരത്തിൽ കയറാൻ പറ്റത്തില്ലേ പറ? ഞാൻ പോയി എവിടുന്നേലും പറിച്ചോണ്ട് വരാം. ഒരു കഷ്ണം എനിക്ക് കൂടെ തരണം. ആസാം വരെ പോയി ഒരു കാളയ്ക്കും കൂടെ കൊടുത്തിട്ട് വരാനാ. എന്തൊരു കോമഡി, നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് കോമഡി പറയുന്നവരെ ഭയങ്കര ഇഷ്ടാ. ചേട്ടൻ ഒരു ശുദ്ധഹാസ്യം പറ, എനിക്ക് ഇഷ്ടപ്പെടുമോന്ന് നോക്കട്ടെ. പറയട്ടെ പൊന്നെ? പറ. ഹോട്ടലാന്നും പറഞ്ഞ് ബാർബർ ഷോപ്പിൽ പോയാ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടല്ലേ നാട്ടുകാർ ഇമാതിരി കമന്റ് ഇടുന്നത്. ഇങ്ങനെയുള്ള അഴുകിയ സാധനങ്ങൾ എന്റെ അപ്പൂപ്പന്റെ എഞ്ചോടിന്ന് എടുത്ത് കളഞ്ഞതാ. മച്ചാനെ വാ, എൻ മച്ചാനെ വാ. മക്കളെ അമ്മയാട്ടാ ഇങ്ങോട്ട് വാ, അപ്പച്ചനെ ഒന്ന് എടുക്ക്. എന്തിനാ അപ്പൂപ്പ എഞ്ചിൻ ഓഫായ കാറിൽ റേഡിയേറ്റർ തിളപ്പിക്കുന്നേ? നീരങ്ങോ എന്റെ പാവ ചുമക്കുന്ന വീട്. വെള്ളം വേണോ? വെള്ളം. ഇന്നലെ മീൻകറിന്ന് ഒരു കറിവേപ്പില എടുക്കാൻ പറഞ്ഞപ്പോ ലോഡിങ്ങാരെ വിളിക്കണോന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു. ഓടിപ്പോന്ന പോക്ക് നോക്കേ. തള്ള ഒറ്റയ്ക്കേ ഉള്ളു, തട്ടി ചാക്കി കയറ്റിയല്ലോ. ഹലോ അമ്മച്ചി. എന്തുവാടാ കൊച്ചനെ? ഞാനും അമ്മച്ചിയായിട്ട് ഒരു പ്രശ്നമില്ലേ? അതിന് എന്നാലും ഞാൻ പറയുവാന്നേ. ഓ അമ്മച്ചി ഞങ്ങളുടെ അപ്പൂപ്പന്റെ മൂത്ത മോനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഒരു പൂച്ചക്കണ്ണനുള്ള കൊച്ചനല്ലേ? അപ്പൂപ്പനും പൂച്ചക്കണ്ണില്ല, അമ്മൂമ്മയ്ക്കും പൂച്ചക്കണ്ണില്ല. പിന്നെ അതെങ്ങനെ വന്ന്? അത് പൂച്ചക്കണ്ണല്ലേടാ, അത് അങ്ങനെയൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ അവിടെ ഇരിക്കാൻ വരട്ടെ. അപ്പുറത്ത് പപ്പടം ഉണ്ടാക്കുന്ന വത്സലാമ്മൂമ്മേനെ കണ്ടിട്ടുണ്ടോ? ഓ കണ്ടിട്ടുണ്ട്. അതിന് അപ്പൊ കണ്ടുപിടിച്ച് പറ, വത്സലാമ്മയും ഇയാളും. ഓ അപ്പൊ നീ പറഞ്ഞു വരുന്ന നമ്മുടെ അപ്പൂപ്പന് വത്സലാമ്മയായിട്ട് കണക്ഷൻ എന്ന് ചോദിക്കാം. വാവേ വാവേ വാ, ഇന്നാ വെള്ളം.
നിങ്ങളെ ഒരു പപ്പടം വത്സല. പപ്പടമാണോ അപ്പൊ നിനക്ക് വേണ്ടത്? അപ്പൊ വെള്ളം വേണ്ടായിരുന്നോ? ചുമ്മാ ആ തുള്ളിക്കൊണ്ടിരിക്കുന്ന സാധനം വന്നിട്ടെ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പറയോ നിങ്ങൾക്ക് വത്സലയാട്ടാ കമ്പനിയെന്ന്. ഓ, ഈ നാശം പിടിച്ചവനെ കൊണ്ട് ഒരു തരത്തിൽ പറ്റത്തില്ലല്ലോ. നീ ആ തേങ്ങ എടുത്ത് എടാ, തേങ്ങ എടുക്കടി. മതിയോടാ. അയ്യോ, ആ തേങ്ങയുടെ കൂട്ടത്തിൽ എന്റെ ഉയിരൂടെ അങ്ങ് പോയി. സ്റ്റെല്ലേ, ഞാൻ പറഞ്ഞില്ലയോ പോടാ അവിടുന്ന്. സ്റ്റെല്ല എന്ന് പറഞ്ഞ നല്ല പേരല്ലേ? സുലോചനെക്കാട്ടിനും കൊള്ളാം. ഉണ്ട്. ഇനി തൊട്ട് ഞാൻ സ്റ്റെല്ലേന്ന് വിളിക്കാം. ശരി. സ്റ്റെല്ല ഇന്ന് തൊട്ട് എന്റെ ജീവനാണ്. സ്റ്റെല്ല എന്റെ ശ്വാസമാണ്. ഇനി സ്റ്റെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാകും. കഴിഞ്ഞോടാ. ഈ പിള്ളാരെ കൊണ്ട് തോറ്റ് ഇവർ രണ്ടുപേരും കാലൊക്കെ പിടിച്ച് വല്ല കാലിലും അങ്ങ് താക്കണം. ചേട്ടൻ എന്തൊരു ധൈര്യമാ. ചേട്ടൻ ഒന്നിനെയും പേടിയില്ല. ആര് പറഞ്ഞ് ബാക്കി എത്ര കിട്ടുന്ന അറിയാൻ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ അവിടെ നിന്ന് മുള്ളും. അതൊക്കെ പണ്ട്. ഇത്തവണ എന്റെ കണ്ണ് സിൽവറിലാ. എടാ, ഒരു കൊച്ചുമോൾ ഇവിടെ നിക്കുന്നില്ല. എടാ, ഇങ്ങനൊക്കെ നിക്കാൻ കൊള്ളാവോടാ? കൊച്ചു പെണ്ണ് ഇവിടെ അമ്മൂമ്മേ? ഞാൻ തന്നെ. ചേട്ടാ, അങ്ങോട്ട് വീണ കുഴിമാട, ഇങ്ങോട്ട് വീണ അസ്ഥിക്കൂടം എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇതിനെയൊക്കെയാണോ കൊച്ചു പെണ്ണെന്ന് വിളിക്കുന്നത്? നീട്ടി വിളിയടി, അത് ആസാം വരെ കേക്കട്ട്. അയ്യോ, എന്റെ റിംഗ് ടൂൺ ആയിരുന്നു. സോറി, മൈ മിസ്റ്റേക്ക്. പശു. ഹലോ, എവിടെയാ? എന്താടി? എപ്പോഴാടി? എങ്ങനാടി? ഓടി. എന്തുവാടി? അയ്യോ, എന്റെ ഭാര്യയും കുട്ടികളും വരുന്നുണ്ട്. നീയും നിന്റെ തന്തേരാന്നറിയാത്ത ഈ കുഞ്ഞും കിഴക്കോട്ട് പോ. നിങ്ങളെ രണ്ടും പടിഞ്ഞാറ് പോ. ഞാനിതാ കാശിയിലേക്ക് പോന്നു. നിനക്ക് എന്തോ ശരിക്കും പ്രശ്നം? നീ എന്ത് കിടന്ന അവാർഡ് നാടാൻ കളിക്കുന്നത്? നിങ്ങൾ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? അത് മാത്രമാണോ നിന്റെ പ്രശ്നം? അത് മാത്രം. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് പ്രശ്നം അല്ലാത്തത്? ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പ പറയും വസന്തമാണ്. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പ പറയും മുതുകൂത്താണ്. ഇപ്പൊ ഒരു പെണ്ണ് കിട്ടിയപ്പോ അതിന് നിനക്ക് പ്രശ്നം. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഒരു റൂമിനകത്ത് കുത്തിയിരിക്കണോ? പ്രായമൊന്നും നോക്കാതെ ഇത്രയും നാളും നിന്നെ വളർത്തി വലുതാക്കിയത്. അപ്പം എനിക്കൊന്നും ചെയ്യാൻ ഇഷ്ടത്തിന് പറ്റത്തില്ല. വാടി വത്സലേ, നമുക്ക് പോകാം. വത്സല അല്ല, സുലോചന. ഓ, ഈ പന്നമുണ്ട് കീറിയോ? അല്ല, അവൻ കിടന്ന് മോങ്ങുവാ. അപ്പൊ ഒരിക്കലെടുത്ത് അടിച്ചാറിന് ഞാൻ നന്നായേനെ. എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തായാലും തന്തയില്ലാത്ത ഒരു കൊച്ചിനെ ഞാൻ നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ നിങ്ങളും മാറിക്കടാ. റേഷൻ കടയിൽ നിന്ന് നല്ല രീതിയിൽ റേഷൻ അരിയൊക്കെ ഉണ്ട്. നമുക്ക് അവിച്ചൊക്കെ തിന്ന് ഇവിടെ കിടക്കാം. എന്തുവാടാ മോനെ, കൊറേ നേരമായിട്ട് കലക്കുന്നില്ല. ഇനിയെങ്കിലും ആ പശുവിനെ കൊണ്ടുപോയി കൊടുടാ. അയ്യോ അമ്മൂമ്മ, ഇത് പശുവിനുള്ളതല്ല. പിന്നെ എനിക്ക് കഴിക്കാനുള്ള പഴങ്കഞ്ഞി ഞാൻ തൈര് ഇളക്കുവാ. ഓ, എങ്കിലേശൻ ഞങ്ങൾക്കൂടെ. തിന്നോ. ശശി ആൻഡ് ടീം, ഞാൻ ആക്ച്വലി ഗംഗവീനേഷനെ ഇതിപ്പോ രണ്ടാമത്തെ വട്ടമാണ് കറവക്കാരനായിട്ട് കാണുന്നത്. ഇപ്രാവശ്യത്തെ കറവക്കാരൻ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പിച്ചുകിട്ടും ചേട്ടാ. ഗംഗ, ജ്യോതിക, ഫാത്തിമ നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ റീലിന്റെ ഒരു ചെറിയൊരു അല്ലേ റിയാക്ഷൻ സംഭവം ഉണ്ട്. ആ പ്ലക്കാർഡൊക്കെ പിടിച്ചുള്ള സംഭവം അതൊരു പുതുമയുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ സ്കിറ്റിൽ അങ്ങനെ പടപടയെന്ന് വരാറില്ല, എന്തെങ്കിലും ഒരെണ്ണമൊക്കെ വരാറില്ല. അത് എഴുതി കാണിക്കുന്ന എന്താണ് പറയുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്തത് എന്താണ് എന്നൊക്കെ ഉള്ള ആ ഏഷണിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അതൊരു പുതുമയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത്തിരി സ്പീഡ് കുറവുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് എല്ലാം നല്ല പഠിച്ച് നല്ല വൃത്തിയായിട്ടാണ് നിങ്ങൾ ഇത് പെർഫോം ചെയ്യണത്. ആർക്കും ഒരു മറവിയൊന്നുമില്ല. പിന്നെന്താ സ്പീഡിൽ കളിച്ചാൽ അപ്പോൾ ആ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടുപ്പിച്ചൊന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഓളിയത്തി കളിച്ചാൽ കുറച്ചും കൂടി ഒരു ഗ്രേസ് ഉണ്ടാവും. മറ്റേത് ഇപ്പോൾ താന്ന് കിടക്കുമല്ലോ, മൊത്തം താന്ന് കിടക്കുമല്ലോ. പിന്നെ ഈ രണ്ടുപേര് വന്നത് അങ്ങനെ കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ വിഗും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ കുറേ വൈബ്രേറ്റിൽ കളിച്ചില്ലെങ്കിലും വയസ്സായ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ പ്ലക്കാർഡിലൂടെ നമുക്ക് മനസ്സിലായല്ലോ അത്. പിന്നെ ഈ പറഞ്ഞ ഒരു സജഷനാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല ബൈഹാർട്ടായിട്ട് നിങ്ങളെല്ലാം പഠിച്ചിട്ട് ഇത്തിരി തളർന്നാണ് കളിക്കുന്നത്. പൊതുവെ അല്ല നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഒരു പ്രവണതയുണ്ട് അത്. കാരണം നേരത്തെ സ്കിറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഇത്തിരി താത്തി കളിക്കും. ഇത്തിരി ഹൈ പിച്ചിൽ കളിച്ചാൽ നല്ല രസമുണ്ടാവും. പിന്നെ അടുപ്പിക്കേണ്ടടുത്തൊന്ന് ചേർത്ത്, കാരണം ഇത്തിരി ഗ്യാപ്പ് വരുന്നുണ്ട്. അത് ചെയ്താൽ ഗംഭീരമായിരിക്കും. എനിക്ക് തോന്നുന്നു ഗംഗയുടെ സൗണ്ടിന് ഇത്തിരി പ്രശ്നമുണ്ടെന്നുള്ളത്. ഇത്തിരി അതിൻ്റെയും കൂടി ഒരു തളർച്ചയുണ്ട്. ഇവരുടെ സൗണ്ടൊക്കെ നല്ല കറക്റ്റാണ്. ഇവരൊന്നും അടുപ്പിച്ചാൽ മതി. അപ്പോൾ മൂന്നുപേര് അങ്ങനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്യണം കേട്ടോ. ഓൾമോസ്റ്റ് നല്ല സ്കിറ്റായിരുന്നു. ഓക്കെ, ഗംഗ, ജ്യോതിക, ഫാത്തിമ, എന്തായി ഫാൻസ് ഫോളോയിങ് കൂടി അല്ലേ? ഗംഗ, കമന്റുകളൊക്കെ പോസിറ്റീവായിട്ട് മാറി.
അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ട് നല്ലപോലെ ചെയ്യാൻ പറ്റി. അതെ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടീന്റെ അമ്മ എപ്പിസോഡ് കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്റെ മക്കൾക്ക് മാർക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അറിയാത്ത ഒരാള് നമുക്ക് വേണ്ടിയിട്ട് വിഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. അതുപോലെ ഇത്തവണ ഞാൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ട്രെയിനിൽ കയറാൻ നിന്നപ്പോ ഒരു അമ്മൂമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഗംഗയാന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ സമ്മതിക്കുന്നില്ല. അമ്മൂമ്മയ്ക്ക് ഞാൻ ശശിയാ മോള് ശശി. അപ്പൊ ഒരുപാട് തവണ പറഞ്ഞു അമ്മൂമ്മ എന്റെ ഒറിജിനൽ നെയിം ഗംഗാന്നാന്ന് പറഞ്ഞപ്പം അമ്മൂമ്മ എനിക്ക് കയ്യിലൊക്കെ പിടിച്ച് ഉമ്മ പറയാ നീ ശശിയാണ്. അപ്പൊ ആ ഒരു ഇത് കിട്ടിയത് ഈ ഫ്ലോറിൽ നിന്നാണ്. എവിടെ ചെന്നാലും ആ ശശി, അതിപ്പം ഇടയ്ക്ക് ഞാൻ ഒരു ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോഴും കുറെ പേര് ഇങ്ങനെ വന്നിട്ട് ശശി ഇല്ലേ പോകുന്നത്. ആ പേരിട്ടെന്ന ബിജുകുട്ടൻ ചേട്ടനാണ്. അതിപ്പോ ഒഫീഷ്യൽ ആയിക്കൊണ്ടിരിക്കുക. അല്ല, നിങ്ങളെ 3 പേരെയും ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഗംഗ ആൾക്കാരുമായിട്ട് ഭയങ്കര റിലേറ്റീവാണ്. കാര്യം കമൻറ്റുകൾക്ക് റിപ്ലൈ ചെയ്യുന്നു. നേരത്തെ തൊട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല റീൽസുകൾ ഇഷ്ടമാണ്, സ്റ്റാൻഡപ്പ് കോമഡികൾ ഇഷ്ടപ്പെടുന്നതാണ്. ഞാനിത് പറയാൻ കാര്യം, നമ്മൾ ചിരിക്കുന്നതിനേക്കാൾ ഓഡിയൻസ് ഇവിടെ ഗംഭീരമായിട്ട് ചിരിച്ചു. കാരണം നിങ്ങളെ അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ അത്രയും ചിരിക്കുകയും കൈയിടുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോഴും പറയാം, നിങ്ങൾ 3 പേരും നന്നായിട്ട് നിങ്ങൾ സ്കിറ്റ് കളിച്ചു. അതായത് നിങ്ങളുടെ ആശയം കൊള്ളാം, നിങ്ങൾ ആ ഓരോ കാർഡ് കാണിക്കുന്ന ആശയം കൊള്ളാം, പിന്നെ നിങ്ങളുടെ കൗണ്ടറുകൾ നല്ലതായിരുന്നു. പക്ഷേ ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ ഗംഗയ്ക്ക് ഒരു വയ്യാഴിക ഫീൽ ചെയ്തിട്ടുണ്ട്. ആ വയ്യാഴിക ടോട്ടൽ സ്കിറ്റിനെ ബാധിച്ചു എന്നുള്ളതാണ്. കാര്യം ഇവർ രണ്ടുപേരും വന്നു, ഇവരുടെ പാട്ടുകൾ കഴിക്കുമ്പോഴും നിങ്ങൾ ഒരു എനർജി എടുത്ത് നിൽക്കണം. ആ എനർജി നമുക്കിവിടെ സ്റ്റേജിൽ കിട്ടിയാൽ വേറെ ലെവലാണ്. കാരണം നിങ്ങളൊന്നും മറന്നുപോയിട്ടില്ല, നിങ്ങളുടെ കളിയിൽ വേറെ. പക്ഷേ മൊത്തത്തിൽ ഒരു എനർജി എനിക്കൊന്നൊരു വയ്യാഴിക ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ മൊത്തത്തിൽ. ചേട്ടാ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇതുപോലും ഇല്ലായിരുന്നു, ശ്വാസം മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇവിടുത്തെ ചേച്ചിമാർ എനിക്ക് മറ്റേ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് തന്നപ്പോഴാണ് ഇപ്പൊ ഇച്ചിരി പുറത്തോട്ടേക്ക് വന്നത്. അപ്പം ഞാൻ വിചാരിച്ച ഇടയ്ക്ക് വെച്ച് എങ്ങാനും കട്ടാവേണ്ടി വരുമെന്ന്. പക്ഷെ ദൈവം സഹായിച്ച് കട്ട് വന്നില്ല. പക്ഷെ ഒരു എനർജി കുറവുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം വരും. നമുക്ക് ത്രോട്ടിനുള്ള പ്രശ്നം നമുക്ക് ശബ്ദത്തിന് മാത്രമല്ല, മൊത്തം ഒരു തളർച്ച ഉണ്ടാവും നമുക്ക്. അടുത്ത പ്രാവശ്യം നമുക്ക് റേഞ്ചിൽ ഗംഗയൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരാളാണ്. വളരെ എന്താ പറയുന്നത്, വളരെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കണം കേട്ടോ. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു ചേട്ടാ. ഗംഗ സെയിം വിച്ച്. എനിക്കും കിച്ച് കിച്ച്. ഇത് ത്രോട്ട് പ്രശ്നത്തിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് അസീസയ്ക്ക് വിളിച്ചേക്കാം. അയക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, ഈ സ്കിറ്റ് ഉണ്ടാക്കാനും സ്കിറ്റ് എങ്ങനെ സുരൂപിച്ചെടുക്കാനും സ്കിറ്റ് അത് നമ്മൾ ഔട്ടിൽ കൊണ്ടുവരും, ഫ്ലോറിൽ കളിക്കാനും അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാവുന്ന ടീമുകളാണ് ഇരിക്കുന്ന 3 പേര്. മനസ്സിലായില്ലേ? നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. എനിക്ക് ഗംഗയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഇവിടുത്തെ അമലില്ലേ, അമലിൻ്റെ പെങ്ങളെ പോലെ അമലിൻ്റെ ചെറിയ കളി, ആ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് അമലിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം ഇപ്പം പറഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ രണ്ടാമത് ഇതിൻ്റെ ഫസ്റ്റ് സ്കിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? അല്ലേ ഫസ്റ്റ്? അപ്പോൾ എനിക്കത് കണ്ടില്ല. നമ്മൾ ദുരന്തർ കണ്ടതുപോലെ ദുരന്തർ 1ഉം 2 കാണുന്നത് പോലെ എനിക്കത് കാണണമായിരുന്നു. പക്ഷെ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ ഈ ത്രോട്ടിൻ്റെ കംപ്ലൈൻറ്റും ഇതൊക്കെ വെച്ച് ചെറിയൊരു തളർച്ച ഉണ്ടായിരുന്നു സ്കിറ്റിൽ. ബാക്കി എല്ലാവരും അടിപൊളിയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. അപ്പൊ കമന്റ്സും കറക്ഷൻസും ഒക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് നേരെ സ്കോർസ് അറിയാനുള്ള സമയമാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഞാൻ ഒരു 12 രൂപ കൊടുത്തു. 12,000 രൂപയാണ് പ്രചോദേട്ടൻ നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് അസിസിക്ക 10,000 രൂപ. അപ്പൊ 12ഉം 10ഉം 22,000 രൂപയായിട്ടുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് ഫൈനൽ അറിയാനായിട്ട് ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ ഒട്ടും വൈകണില്ല, പിടിച്ചോ. 35,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ത്രോട്ട് നമുക്ക് 2 പേർക്കും ശരിയാക്കി എടുക്കണം. അടുത്ത തവണ നല്ല ഗംഭീര പെർഫോമൻസ് ആയിട്ട് വന്നിട്ട് പഞ്ചടിക്കട്ടെ കേട്ടോ. അപ്പൊ ശശിയാൻ ടീം സീ യു. ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഒരുപാടധികം സ്കിറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വരെ. Good night.